എന്താ ഒരു വാഴയുടെ കൂമ്പിൽ വെച്ചൊരു പ്രഹസനം അവിടെ നടത്തി. ഏത് നാഷണൽ ഹൈവേ അതോ ഒരു റോഡ് ടാർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ കൃത്യമായ ഇടപെടലിൻ്റെ അടിസ്ഥാനം അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു. കൃത്യമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടറായ ശ്രീ പ്രദീപ് അവർകളെ അദ്ദേഹത്തെ നിരന്തരമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് സമയബന്ധിതമായി ഏറ്റെടുത്തത്. പക്ഷേ ഒരുപാട് പേര് വന്നായിരുന്നു, അതിന്റെ പിതൃത്വം ഞങ്ങളാണ് ഏറ്റെടുത്തത്. അല്ല, ഈ ഇരുമ്പ് പാലത്തിനൊരു മോചനമില്ല എന്നാണോ? മോചനം ഉണ്ടാവില്ല. അത് ഇരുമ്പ് പാലത്തിന് അടഞ്ഞ അധ്യായമാണത്. ഒരു അടഞ്ഞ അധ്യായമല്ല, തീർച്ചയായിട്ടും നടപടിയിലാവും. ഇടതുപക്ഷത്തിന്റെ ധനകാര്യമന്ത്രി ആ ഫയലിന്റെ കയ്യിൽ അടയിരിക്കുകയാണ്. 26 കോടിയുടെ TS കൊടുത്ത് ഇവിടുത്തെ MLAക്ക് മറുപടിയും കൊടുത്തു. അത് ടെൻഡർ ചെയ്യാൻ അനുമതി കൊടുക്കുന്നില്ല ഫൈനാൻസ്. ധനകാര്യമന്ത്രി അല്ല അടയിരിക്കുകയാണ്. നിരവധി തവണ MLA ഇടപെട്ടിരുന്നോ ഈ വിഷയത്തിൽ? MLA അസംബ്ലിയിൽ ചോദ്യങ്ങൾ വന്നല്ലോ, ആ ചോദ്യത്തിനാണല്ലോ മറുപടി പറയുന്നത്. നമ്മൾ അതാണല്ലോ കേൾക്കുന്നത്. MLA പറഞ്ഞത്, MLA ചോദിച്ചു, അതിൻ്റെ എസ്റ്റിമേറ്റ് 26 കോടി. ആ 26 കോടി റിവൈസ് ചെയ്ത ആ എസ്റ്റിമേറ്റിൻ്റെ മുകളിൽ മന്ത്രി അടയിരിക്കുക. ധനകാര്യ പിന്തുണ കൊടുക്കാത്തത് കൊണ്ട് അത് ടെൻഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുള്ള സമ്മർദ്ദമാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വേണ്ടത്. ഇവിടെ പറഞ്ഞത് PWD റോഡാണ്, നെരൂര് PWD റോഡാണ്. അവിടെ മാത്തൂർ ഓവർ ബ്രിഡ്ജ് പണിതത് സർക്കാരും മുനിസിപ്പാലിറ്റിയും കൂടി ചേർന്നാണ്. കാരണം ഇവിടെ 2 മന്ത്രിമാരുണ്ടായിരുന്ന കാലഘട്ടമുണ്ട്. വിശ്വാസമേനും TK രാമകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിലാണ് എരൂർ ഓവർ ബ്രിഡ്ജ്. 3/4 മണിക്കൂർ ഇപ്പുറയും കിടക്കണം, 3/4 മണിക്കൂർ അപ്പുറയും കിടക്കണം. മന്ത്രിയായാലും സാധാരണക്കാരായാലും റെയിൽ അടച്ചു കഴിഞ്ഞാൽ അത്രയേറെ കഷ്ടപ്പാടുണ്ടായിരുന്ന കാലത്ത് പോലും ആ ഓവർ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രഖ്യാപിക്കും 5 കോടി അനുവദിച്ചു, 4 കോടി അനുവദിച്ചു. അങ്ങനെ 30 വർഷക്കാലം അനുവദിച്ച ബ്രിഡ്ജ് ഞങ്ങൾക്കൊരു സന്ദർഭം വന്നപ്പോൾ ഞങ്ങളത് 18 മാസം കൊണ്ട് പൂർത്തിയാക്കി ഓവർ ബ്രിഡ്ജിൽ കൂടി യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടായി. ആ യാത്ര തൃപ്പൂണിത്തുറക്കാർക്ക് മാത്രമുള്ളതല്ല, കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകാതെ തന്നെ എരൂർ വഴി പാലാരിവട്ടം എത്താം. ഏറ്റവും ഒരു ദേശീയ പാതയേക്കാൾ പ്രാധാന്യമുള്ളൊരു ഓവർ ബ്രിഡ്ജ് മുനിസിപ്പാലിറ്റിയുടെ ഇടപെടൽ കൊണ്ട് ഗവൺമെന്റിനെയും അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഉണ്ടാക്കി. മനസ്സ് വെച്ചാൽ നടക്കും. ഇരുമ്പ് പാലത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം, ഒരു സംശയമില്ല. ഓക്കെ, താങ്കളുടെ അഭിപ്രായം കൂടി അറിയാൻ താല്പര്യം. ഇടതുപക്ഷ സർക്കാർ ഇതിന് ശക്തമായി ഇടപെടണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാവും. അത് പറഞ്ഞപ്പോരാ, ഇടപെടൽ ഉണ്ടാവണം. ഇല്ലാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പോലുള്ളവര് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും അത് നടക്കും. അല്ല, നോക്കൂ, ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷമാണ്, അല്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല? അത് ഈ തൃപ്പൂണിത്തുറക്കാരോടുള്ളൊരു അവഗണനയല്ലേ? തൃപ്പൂണിത്തുറക്കാരോടുള്ള അവഗണനയല്ല, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ സമ്മർദ്ദം ചെലുത്താനും മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സ്പീഡാക്കാനുമാണ്. സാമ്പത്തിക പ്രശ്നമാണോ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞത്? എന്റെ അന്വേഷണത്തിൽ സാമ്പത്തിക പ്രശ്നം ഫിനാൻസ് മിനിസ്റ്ററും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ PWD മിനിസ്റ്റർ അപ്പൊ വേണ്ട, നിങ്ങൾക്ക് ഇരുമ്പ് പാലം വേണ്ട എന്നുള്ളൊരു തീരുമാനമായിരിക്കും ഫിനാൻസ് മിനിസ്റ്റർ എടുത്തത്. താങ്കളുടെ അഭിപ്രായം കൂടി അറിയാൻ താല്പര്യമുണ്ട്. തീരുമാനം എടുക്കും. അല്ല, ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഏതാണ്ട് 150 വർഷങ്ങൾക്ക് മുൻപാണ് ഇരുമ്പ് പാലം പണിതത്. അതേ സമയത്താണ് നമ്മുടെ ഹിൽ പാലസ് മ്യൂസിയം പണിയുന്നത്, അതേ സമയത്താണ് മണിമാളിക പണിയുന്നത്, അതേ സമയത്താണ് നമ്മുടെ കുതിരലായം പണിയുന്നത്. ഇതെല്ലാം തൃപ്പൂണിത്തുറയുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇരുമ്പ് പാലത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പലയിടത്തുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ പാലം ഇവർ വിഭാവനം ചെയ്തിരിക്കുന്ന ഏതാണ്ട് 16 മീറ്ററാണ്. ഈ 16 മീറ്ററിലൂടെ ഗാന്ധി സ്ക്വയറിൽ നിന്നും വണ്ടികൾ കയറി വന്ന് തൃപ്പൂണിത്തുറ ടൗണിലേക്ക് മൂവാറ്റുപുഴയ്ക്കും കോട്ടയത്തും പോകേണ്ടവർ വന്നാൽ 10 മീറ്ററാണ് അത് ഇറങ്ങി വരുന്ന വഴി. ഈ തൃപ്പൂണിത്തുറ നഗരത്തിലെ വഴികൾ നമുക്കറിയാം, 10 മീറ്റർ വീതിയുള്ളൂ. ഈ വീതിയുള്ള വഴിയിൽ കൂടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നു വന്നാൽ തൃപ്പൂണിത്തുറയ്ക്ക് എന്ത് സംഭവിക്കും? അത് നമ്മൾ ആലോചിക്കണം. പിന്നെ തൃപ്പൂണിത്തുറയുടെ പൈതൃകമായിട്ടുള്ള ഈ പാലം നിലനിർത്തണമോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത് തൃപ്പൂണിത്തുറക്കാർ ആലോചിക്കണം. കാരണം ഇത്രയും പൈതൃക സമ്പത്തുള്ള ഒരു പാലം പൊളിച്ചു കളയുക എന്നത് വ്യക്തിപരമായിട്ട് ഞാൻ അതിനെതിരാണ്. അത് പൈതൃകമായിട്ട് തന്നെ നിലനിർത്തണമെന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ പാലത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ അത് മാത്രമല്ല, ഇപ്പോൾ തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിനെ കുറിച്ച് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറയുകയുണ്ടായി. കാരണം അവിടെ പൈതൃകം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാഷ്വാലിറ്റി മാത്രമാണ്. അത് ഏതാണ്ട് 300 സ്ക്വയർ അല്ലെങ്കിൽ 500 സ്ക്വയർ ഫീറ്റ് തന്നെ കൂട്ടിക്കോളും, അത്രയും മാത്രം വരുന്ന ഏരിയയാണ് അവിടെ ഉള്ളത്. അതിനപ്പുറത്ത് വലിയ ബിൽഡിങ്ങുകളും വലിയ സ്ഥലം വേറെയുണ്ട്. ഈ വികസനത്തിന് അതൊക്കെ ധാരാളം. ആ ബിൽഡിംഗ് ഇപ്പോൾ പണിതിരിക്കുന്നത് തന്നെ വളരെ അശാസ്ത്രീയമായിട്ടാണ്.
കാരണം ഒരു സി ബ്ലോക്കാണ് അവിടെ കിടക്കുന്നത്. ആ സി ബ്ലോക്ക് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് വിവിധ ഘട്ടങ്ങളായിക്കോട്ടെ, പണം ലഭിക്കുന്നതനുസരിച്ചിട്ട് അതൊരു 6 നില കെട്ടിടമാക്കിയിരുന്നുവെങ്കിൽ മുന്നിൽ പാർക്കിംഗ് സ്പേസ് നമുക്ക് കിട്ടുമായിരുന്നു. മുന്നിൽ വേണമെങ്കിൽ ഇപ്പൊ പുനലൂർ മാതൃക എന്നൊക്കെ പറഞ്ഞ് ഇവര് ഇവിടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നോട് ഒരിക്കൽ പറയണ്ടായി, നമുക്ക് പുനലൂരിലേക്ക് പോവാം, ആ പുനലൂർ മാതൃക കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് പറഞ്ഞത്, നിങ്ങൾ പുനലൂർക്ക് പോകണ്ട, നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്നു കൊണ്ട് തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിനെ കുറിച്ച് ആലോചിക്കാം. കാരണം പിറവം മുതലുള്ള ജനങ്ങളാണ് ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. അതിനോടാണ് ഇവർ ഈ അപകടന കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, തെറ്റിദ്ധരിപ്പിക്കുന്ന വേറൊരു വസ്തുത, ഈ 10 വർഷത്തെ കാലയളവ് കൊണ്ടാണ് ഈ DPRന്റെ കഥയൊക്കെ പറഞ്ഞല്ലോ, ശുദ്ധ കളവാണ്. DPR എന്നല്ല വിഷയം. ഈ 10 വർഷം കൊണ്ട് 3 നില എന്നുള്ളത് 1 നിലയായി ചുരുങ്ങിയതാണ്. ഈ വർഷം ഈ 10 വർഷത്തെ പണപ്പെരുപ്പം കൊണ്ട് മറ്റും സംഭവിച്ച കാര്യങ്ങളാണത്. അതുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട, തൃപ്പൂണിത്തുറയ്ക്ക് ഒരു ടൗൺ ഹാളില്ല. ഇന്ന് നഗരത്തിൽ ആളുകൾക്ക് ചെന്നിരിക്കാൻ സ്ഥലമില്ല. ആകെ നമ്മുടെ ഇപ്പോഴത്തെ പഴയ RLV കോളേജിന് മുമ്പിലുള്ള സ്ഥലം മാത്രമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ. വൈക്കം റോഡിന്റെ വികസനം എത്ര വർഷമായിട്ട് അവിടെ കിടക്കുന്നു. വൈക്കം റോഡ് വികസിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇതൊന്നും വേണ്ട. നമ്മുടെ മെട്രോ റോഡ്, അതായത് കരിങ്ങാച്ചിറയിൽ നിന്നും പുതിയകാവിലേക്ക് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ വലിയൊരു ട്രാഫിക് പ്രശ്നം തീരുമായിരുന്നു. അതുപോലെ തന്നെ മെട്രോ റോഡ് ബന്ധിപ്പിച്ചിരുന്നാൽ, ഈ ഹിൽ പാലസ് റോഡുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നെങ്കിൽ ഇവിടുത്തെ ഗതാഗത പ്രശ്നത്തിന് വലിയൊരു പരിഹാരം കാണാമായിരുന്നു. ഈ തൃപ്പൂണിത്തുറ ടൗണിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ ബസ് ടെർമിനല്, മെട്രോ, റെയിൽവേ സ്റ്റേഷൻ, ബസ് ടെർമിനല്, ഇത് 3ഉം ഒരു സ്ഥലത്ത് വരിക എന്നുള്ളത് തൃപ്പൂണിത്തുറക്കാരുടെ ചിരകാല സ്വപ്നമാണ്. ഇതുവരെ അതിനു വേണ്ടിയിട്ട് ചെറുവിരൽ അനക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാ ബജറ്റിലും അത് അവതരിപ്പിക്കുക എന്നുള്ളതല്ലാതെ കഴിഞ്ഞ 5 വർഷത്തെ ബജറ്റ് ബുക്സ് ഞാൻ ഇവിടെ കൊണ്ടുവരാം. അത് 5ലും ഇത് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി കാര്യങ്ങൾ. ഇവിടെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ബഡ്സ് സ്കൂൾ തുടങ്ങുമെന്ന് പറഞ്ഞു. ഇതുവരെ 5 വർഷമായിട്ട് അതുണ്ട്. എല്ലാ വർഷവും മാറ്റിവെക്കുന്ന പദ്ധതിയിൽ ഒന്ന് അവരുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയിട്ട് തൊഴിൽ സ്ഥാപനം അതിനോട് കൂടി ചേർന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു. ഇതുവരെ നടന്നിട്ടില്ല. കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഇപ്പോൾ നമ്മുടെ LED ലൈറ്റാണ് ഇട്ടിരിക്കുന്നത്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ മാത്രം LED വെളിച്ചം വന്നിട്ടില്ല. പല പേരുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബിജെപി LED വേണ്ടതാണോ? LED വേണ്ട, അതറിയില്ല. LED യോട് അലർജിയാണോ?